എനിക്ക് വളരെയധികം ലാഭം നേടിത്തന്നിട്ടുള്ള ഒരു ട്രേഡിംഗ് മെക്കാനിസമാണ് സ്വിംഗ് ട്രേഡിങ്. ഞാൻ എങ്ങനെയാണ് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത്? നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാൻ. എനിക്ക് വളരെയധികം ലാഭം തന്നിട്ടുള്ള, ഈ അടുത്ത് വളരെ നല്ല പ്രോഫിറ്റുകൾ തന്നിട്ടുള്ള ഒരു ട്രേഡിംഗ് മെക്കാനിസമാണ് ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഗുണങ്ങളാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻകം നമുക്ക് കിട്ടുന്ന ഒരു മെക്കാനിസമാണ്. അതിന് മുമ്പായിട്ട് സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒരു നോട്ടത്തിൽ ഓരോ സ്റ്റോക്കും, ചില പ്രത്യേക സ്റ്റോക്കുകൾ ഒരു നിശ്ചിത വിലയിൽ വന്നിട്ട് കുറച്ച് മുകളിലേക്ക് പോവുകയും വീണ്ടും അത് താഴേക്ക് വരികയും വീണ്ടും മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു തള്ള സ്വിംഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാവും. അത് മിക്കവാറും ഒരു 1 മുതൽ 3 വരെ ആഴ്ച വരെയുള്ള ഒരു രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത്തരം സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം സ്വിംഗ് ലോയിൽ നമ്മൾ വാങ്ങുകയും സ്വിംഗ് ഹൈയിൽ നമ്മൾ വിൽക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം നമുക്ക് നേടാനായിട്ട് സാധിക്കാറുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു 20%, ചിലപ്പോൾ 10%, ചിലപ്പോൾ 15% ഒക്കെ ഗ്രോത്ത് വന്നിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളത് നോക്കിയിരിക്കേണ്ട എന്നുള്ളതാണ് ഒരു ഗുണം. അപ്പോൾ അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ളൊരു ഇൻകം തരാൻ കേപ്പബിലിറ്റി ഉള്ള മെത്തേഡാണ് ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. നല്ല റിസൾട്ടാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ലോങ് ടേമിന് വളരെയധികം സമയം കാത്തിരിക്കണം എന്നുള്ളത് ഇവിടെ ബാധകമല്ലാത്തതുകൊണ്ട് ഒരു താരതമ്യേന ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നു. പിന്നെ നമ്മൾ കൃത്യമായിട്ട് മിസ്റ്റേക്കുകളൊന്നും കൂടാതെ കൃത്യമായിട്ട് ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ തരത്തിലുള്ള റിസ്ക് ഇല്ല. നമ്മൾ നല്ല സ്റ്റോക്കുകളാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം ഹോൾഡ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി ആളുകൾ സ്വിംഗ് ട്രേഡ് നടത്തിയിട്ടും നഷ്ടം വരുത്തുന്ന ആളുകൾ ഫോളോ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതിൽ ആളുകൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ടൂളുകൾ പലരും പല രീതിയിൽ പറയും. ചിലർ പറയും എന്താണ് സൂപ്പർ ട്രെൻഡ് നോക്കണം, ചിലർ പറയും MACD ക്രോസ് ഓവർ നോക്കണം, ചിലർ പറയും എന്താണ് RSI വാല്യൂ നോക്കണം, ചിലർ പറയും VWI നോക്കണം. അങ്ങനെ പറഞ്ഞ് പല തരത്തിലുള്ള ടൂളുകളും ട്രെൻഡുകളും പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കി ആകെ കൂടെ ഒരു അവിയൽ പരുവത്തിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഇത് കുറേയധികം കാലം ഹോൾഡ് ചെയ്യുന്നത് അത്ര നന്നായിരിക്കില്ല. വളരെയധികം കാലത്തേക്ക് ചില സ്റ്റോക്കുകൾ, ഈ സ്വിംഗ് ചെയ്ത് പോയിരുന്ന സ്റ്റോക്കുകൾ വളരെയധികം കാലം കയ്യിൽ പെട്ടു പോകുന്ന സ്റ്റോക്കുകളുണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യുക. നല്ല സ്റ്റോക്കുകൾ, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ടു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആളുകൾ തെറ്റായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂസുകൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യുക. നമ്മൾക്ക് ഒരു ന്യൂസ് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്തണമെന്ന് ആരെങ്കിലും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ അടുത്ത് എത്തുള്ളൂ. അങ്ങനെ ന്യൂസിനെ ബേസ് ട്രേഡ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ റെയറാണ്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നവർ പലപ്പോഴും അപകടത്തിലാണ് ചെന്നപ്പെടാറുള്ളത്. അപ്പോൾ ഈ നഷ്ടം ഉണ്ടാക്കുന്നവരൊക്കെ മിക്കവാറും റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ല, ന്യൂസിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുക, ഒരു റാൻഡമായിട്ട് ട്രേഡ് ചെയ്യുക, കുറേ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക, കുറേ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇതിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മിക്കവാറും Nifty 50-ലോ അല്ലെങ്കിൽ Nifty 100-ലോ ഉള്ള സ്റ്റോക്കുകളിൽ മാത്രമേ സ്വിംഗ് ട്രേഡിങ് മാക്സിമം ചെയ്യാറുള്ളൂ. അല്ലാത്ത സ്റ്റോക്കുകളും ഉണ്ട്. അത് വളരെ നല്ലതാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇത് നമ്മളെപ്പോഴും ഡെയിലി ആയിട്ടുള്ളൊരു ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് ഈ സ്വിംഗ് ട്രേഡിൽ നിന്നുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാറുള്ളത്. എപ്പോഴും നമ്മൾ 3 മൂവിങ് ആവറേജുകൾ, 50 മൂവിങ് ആവറേജ്, 20 മൂവിങ് ആവറേജ്, 7 മൂവിങ് ആവറേജ്, ഈ 3 മൂവിങ് ആവറേജുകളും മേളിലേക്കുള്ള ഒരു ട്രെൻഡ് കാണിക്കുന്ന, എന്നാൽ ഈ മൂവിങ് ആവറേജുകളുടെ അടുത്ത് ആ മൂവിങ് ആവറേജുകളെ കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിലാണ് സാധാരണഗതിയിൽ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. മിക്കവാറും അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ എൻ്റർ ചെയ്യും. സ്റ്റോപ്പ് ലോസ് മിക്കവാറും 2 ദിവസം മുമ്പുള്ള ഏറ്റവും ലോ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് മിക്കവാറും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കുക. നമ്മൾ വിചാരിക്കുകയാണ് 2000 രൂപയാണ് എനിക്ക് ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ നിന്ന്, ഓരോ സ്വിംഗ് ട്രേഡിങ്ങിൽ നിന്നും റിസ്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വരുന്ന 20 ആണ് എന്നുണ്ടെങ്കിൽ
100 ക്വാണ്ടിറ്റി മാത്രമേ നമ്മളതിൽ വാങ്ങൂ. ടാർഗറ്റ് എപ്പോഴും ഞാനൊരു 10% 15% ഒക്കെയാണ് സാധാരണഗതിയിൽ വെക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ളൊരു അപ്രോച്ച് ഫോളോ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് വളരെയധികം ലാഭകരമാണ്. ആസ്ക് റിവ്യൂവിംഗ് സർവീസിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വളരെ വലിയ ലാഭം കിട്ടിയിട്ടുള്ള കുറേ സ്റ്റോക്കുകൾ ഒരു സ്വിംഗ് ട്രേഡിംഗ് പിക്സ് ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ സർവീസ് ഒന്നുമല്ല, എങ്കിലും നമ്മുടെ ആസ്ക് റിവ്യൂവിംഗ് സർവീസിലേക്ക് ഗോൾ ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സർവീസിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് പിക്സ് കൊടുക്കാറുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആസ്ക് റിവ്യൂവിംഗ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ് നമ്മുടെ നമ്പർ. കമൻറ്റും ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത്. കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാവും.